ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണ്, ഇതൊരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാണ് ആ പലഹാരം ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് ഇത് നമ്മുടെ പറമ്പിൽ വലിയ പാളയംകോടൻ കൊല ഉണ്ടായിരുന്നു. ആ വാഴക്കൊല നിന്ന് പഴുത്തു. അപ്പൊ നമ്മളത് പഴുത്തണക്കാണ് വെട്ടിയത്. അത് വെട്ടി കുറെ പഴം ഇട്ടിരിക്കുന്നതാണ്. കുറച്ച് പേര് നമ്മൾ രണ്ടു മൂന്ന് പേർക്ക് കൊടുത്തു കുറച്ച് പഴം. ബാക്കി ഇനി ഇരിക്കുവാണ് പഴം. അപ്പൊ ആ പഴം കൊണ്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ആ പലഹാരം ഉണ്ടാക്കുന്ന തെരളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഇപ്പൊ തെരളി ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു കാരണം വെച്ചാൽ പഴം കൂടുതലുണ്ടെങ്കിൽ കളയാതെ ഇരിക്കാം നമുക്ക് അല്ലെ, കളയാതെ നമുക്ക് സൂക്ഷിക്കാം. എത്ര ദിവസം ഇരിക്കും ഈ തെരളി? 2-3 ദിവസം ഇരിക്കും. 2-3 ദിവസം ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജ് വേണേലും വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വേണേലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് തെരളി അല്ലെ. അപ്പൊ തെരളിയുടെ വിശേഷങ്ങളും തെരളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിത് തെരളി ഉണ്ടാക്കാനുള്ള പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ശകലം ഒരു 1/2 സ്പൂൺ ജീരകവും ഉണ്ട്, ഒരു 5-6 ഏലക്ക ചെറുതുമുണ്ട്. അപ്പൊ നമുക്ക് ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞാൽ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ പൊടിച്ചു. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് നന്നായിട്ട് അല്ലെ. ഏലക്ക പൊടിഞ്ഞിട്ടുണ്ട്, ജീരകം ജസ്റ്റ് ചതഞ്ഞിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പഴം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ആവശ്യമാണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കലരിയുടെ പൊടിയാണ് അല്ലേ അമ്മേ? നമ്മൾ ചൂടാക്കി ഉണക്കലരിയുടെ പൊടിയാണെങ്കിൽ പോലും പയ്യെ ഒന്ന് ചൂടാക്കി അല്ലേ. നല്ല അപ്പത്തിന് പൊടിക്കുന്ന പൊടി വേണം. നല്ല പൊടി വേണം അല്ലെ. പുട്ടിന്റെ പൊടി പോരാ, അപ്പത്തിന്റെ പൊടിയാണ് വേണ്ടത്. അപ്പൊ അപ്പത്തിന്റെ പൊടി നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ പൊടിയാണ് ഇത് കേട്ടോ. 2 നാഴി 2 നാഴി പൊടി എടുത്തിട്ടുണ്ട് അല്ലെ. 2 ഗ്ലാസ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര ഇടാം. നമുക്ക് അത് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് അവരവന്റെ മധുരത്തിന് ആവശ്യത്തിന് അല്ലെ. എന്നുവെച്ചാൽ പഴത്തിന്റെ മധുരവും കൂടെ നമ്മൾ നോക്കണം അല്ലെ. പഴത്തിന് ഒരു മധുരമുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന് പഞ്ചസാര ഇട്ടുമ്പോ അതിന്റെ മധുരമുണ്ട്. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനുള്ള മധുരം അനുസരിച്ച്. പിന്നെ വേറൊരു കാര്യം, ഒത്തിരി മധുരം കൂടി പോകാൻ കൊള്ളില്ല. ശർക്കരയൊക്കെ ആണെങ്കിലും പഞ്ചസാര ഇല്ല, ശർക്കരയ്ക്ക് അതും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് തേങ്ങായും കൂടെ ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ ഒന്നില്ലെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇടുക. പക്ഷെ അതിന്റെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ. ഇവിടെയൊക്കെ നമുക്കൊക്കെ ഒത്തിരി മധുരം ഇഷ്ടമല്ല, ഒരു ആവറേജ് മധുരം അല്ലെ. നമ്മൾ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചത് കൊണ്ടുണ്ട്. ഒരു കിള്ളുപ്പ്, ഒരു സ്വല്പം ഉപ്പും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. അത് മതി. അപ്പൊ നമുക്ക് ഈ പഴം അങ്ങോട്ട് പൊളിച്ചിടാം ഇതിനകത്തോട്ട്. ഉപ്പ് ചേർക്കണം എന്താ വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പഴം പൊളിച്ചിടാം നമുക്ക് ഇതിനകത്ത്. വെറുതെ പൊളിച്ച് പഴം കിട്ടാൻ മതി. അപ്പൊ നമ്മളിപ്പോ ഒരു 18 പഴം ഇട്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ 25 പഴമാണ് മൊത്തം എടുത്തത്. ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ 2 പഴം കൂടി ഇടാം നമുക്ക്. അപ്പൊ ഞാനൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴക്കട്ടെ. ആ പരുവം നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അല്ലേ. അതായത് നമ്മള് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചല്ല ആദ്യം ഇത് പഴം ഞെരടി കുഴക്കണം. അപ്പൊ പഴത്തിന്റെ വെള്ളമയത്തില് നമ്മുടെ ഈ പൊടിയും തേങ്ങായും ഒക്കെ കൂടി ഒന്ന് മിക്സപ്പ് ആവണം അല്ലെ. അപ്പൊ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഈ പഴം ചേർക്കണമെങ്കിൽ ചേർക്കാം, അതിന്റെ പരുവം നോക്കിയിട്ട്. വേണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ഇരിക്കുന്ന പഴം കൊണ്ട് നമുക്ക് ഇടണം. അപ്പൊ ഇത് പൊടിച്ചിട്ട് ആയില്ല, കൂട്ടിയിട്ട് അത്യാവശ്യം പോരാ. പഴത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇരിക്കുന്ന ഒരു 7 പഴവും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മള് 25 പഴവും നമ്മൾ ചേർക്കുവാണ്. പിന്നെ ഇനിയിപ്പോ പയ്യെ ഒരു തരി, ഒരു 1-2 സ്പൂൺ വെള്ളം അല്ലെ. കൂടുതലൊന്നും ഒഴിക്കരുത്. 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചാണ് കുഴക്കുന്നത്. ബാക്കി മുഴുവൻ പഴത്തിന്റെ ഈ ഒരു നനവില് വേണം ഈ പൊടി കുഴഞ്ഞു കിട്ടാനായിട്ട് നന്നായിട്ട്. ഒരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കരുത് ഇത് മിക്സിക്കകത്ത് അങ്ങ് അടിച്ചിങ്ങെടുക്കാൻ പഴം എന്നിട്ട് ചേർക്കാന്ന് വിചാരിക്കരുത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് വേറെയാണ്. നമ്മൾ കൈകൊണ്ട് തന്നെ, പിന്നെ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ നിങ്ങൾ കൈകൊണ്ടാണല്ലോ കുഴക്കണേന്ന് വിചാരിക്കേണ്ട. കൈ നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കുഴയ്ക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒപ്പം നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനെ മധുരം ഇങ്ങനെ നോക്കണം. മധുരം വേണമെങ്കിൽ നമ്മൾ രണ്ടാമത് മധുരം ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ ഒന്ന് നോക്കിക്കുമ്പോ മധുരം മൊത്തം കുഴഞ്ഞില്ല, എന്നാലും മധുരം നോക്കിക്കേ. വേണം മധുരം കുറച്ചും കൂടെ അല്ലെ. അപ്പൊ കുറച്ച് മധുരം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കയ്യിൽ എടുത്തിട്ട് കിട്ടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നായിട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ പരുവം നോക്കി കറക്റ്റ് മധുരം ചേർക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ പരുവം. ഇതിലും കൂടുതൽ വെള്ളം ആകരുത്. ഇനി ഇതിന്റെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് 2 സ്പൂണ്, ചെറിയ 2 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചോളൂ. വെള്ളം ഒഴിക്കണം നിർബന്ധവും ഇല്ല അല്ലെ. ആ പഴത്തിന്റെ അതിൽ തന്നെ വരും. ഇതിൽ വെള്ളം ചേർക്കണം നിർബന്ധം ഇല്ലായിരുന്നു. ഇനി വെള്ളം വേണമെന്ന് നിങ്ങൾ ഒരു പഴവും കൂടെ ചേർത്താലും മതി.
അല്ലെ? പക്ഷെ പഴം ഇതിലും കൂടുതലായി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ ഒരു പരുവം. ഇപ്പൊ നമ്മൾ 2 നാഴി പൊടിക്ക് നമ്മൾ ഒരു 25 ഇടത്തരം പഴവും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് കൂട്ടാം. അതോടൊപ്പം തന്നെ വെള്ളം ഇനി ഒരു പക്ഷെങ്കിൽ കൂടുതലാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഒന്ന് എടുത്ത് കാണിച്ചാൽ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഇടണയിലയില്ലേ, നമ്മുടെ ചക്കയപ്പൊക്കെ ഉണ്ടാക്കണം അല്ലെ, ഇടണയില എന്നും പറയും വയണയില എന്നും പറയും, രണ്ടും പറയും. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ ഈ തെരളി ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ പാളയംകോടൻ പഴത്തിന്റെ തെരളി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി വീണ്ടും നമ്മൾ ഇവിടെ ഒരെണ്ണവും കൂടെ വെച്ചു, വീണ്ടും മടക്കി അല്ലെ, എന്നിട്ട് നമ്മൾ അതിന്റെ അറ്റം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുവാണ്. അങ്ങനെ കുത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഈർക്കിൽ വെച്ച് കുത്താം, പക്ഷെ ഈർക്കിലിന്റെ ആവശ്യമില്ല അല്ലെ. അങ്ങനെ നമ്മളിത് ഇതുപോലെ ഉണ്ടാക്കിയാണ് ഇങ്ങനെയാണ് നമ്മൾ തെരളി വെക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ കുമ്പിളപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം ഇല തന്നെയാണ് അല്ലെ. ഒരു കാര്യം ചെയ്യാം, മുഴുവൻ നമ്മുടെ തെരളി നമുക്ക് ഇതുപോലെ നമ്മുടെ ഇടണയിലക്കകത്തേക്ക് അല്ലെങ്കിൽ വയണയിലക്കകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് അല്ലെ. നമ്മൾ ഇടണയിലക്കകത്തേക്ക് നമ്മൾ ഈ ഒരു മാവ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ഇഡലിപ്പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ നമ്മൾ അതിന്റെ തട്ടിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. കലത്തിന്റെ അകത്ത് കമ്പ് പാകിയിട്ടോ അല്ലെങ്കിൽ തുണി കെട്ടിയിട്ടോ ഒക്കെയാണ് കമ്പ് പാകി. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ തെങ്ങിന്റെ പൂക്കൊലയില്ലേ, കൊരിഞ്ഞില് വെച്ചിട്ട് അതിന്റെ ഇടയ്ക്കും വെച്ച് പുഴുങ്ങും അല്ലെ. വാഴത്തട വെക്കും കലത്തില്. അങ്ങനെ പല സാധനങ്ങളും വെച്ചൊക്കെ പുഴുങ്ങിയെടുക്കാം നമുക്ക്. എല്ലാരും എളുപ്പത്തിനാണ് ഇഡലിപ്പാത്രത്തിൽ. അപ്പൊ നമുക്കൊരു കാര്യം, ഇഡലിപ്പാത്രത്തിൽ ആവശ്യത്തിന് ഇത് വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് നമുക്ക് നമ്മുടെ ഈ തെരളി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തെരളി ഒരു അരമണിക്കൂറോളം നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടോ, അപ്പൊ നമുക്കൊരു കമ്പ് കൊണ്ട് കുത്തി നോക്കാൻ വേണമെങ്കിൽ തെരളി വെന്തോന്ന് അറിയാനായിട്ട്. പക്ഷെങ്കിൽ തെരളി എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഒരു ട്രിപ്പും കൂടെ വെക്കാനായിട്ട് നമുക്ക് ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. പക്ഷെ അത് കാണിക്കുന്നില്ല. എന്തായാലും നമ്മുടെ തെരളി അങ്ങനെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു 2 ദിവസം 3 ദിവസമൊക്കെ ഈസി ആയിട്ടിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് അതിൽ കൂടുതൽ ദിവസം വേണേലും ഇരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ആവി കയറ്റിയാൽ മതി. ആവി കയറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ തെരളി എല്ലാം നമ്മളിത് ഇങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം നമ്മളിങ്ങനെ എടുത്ത് പൊളിച്ച് നോക്കിയിട്ടുണ്ട് വെന്തോന്നൊക്കെ അറിയണ്ട. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തെരളി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഈ ഇലയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പുണ്ട് 2 പീസ്, 2 തെരളി വീതം കിട്ടും. നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ തെരളി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ പാളയംകോടൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറിയ തെരളിയൊക്കെ ഉണ്ടാക്കി വൈകിട്ടൊരു ചായക്കായാലും രാവിലെ ആയാലും ഒക്കെ നിങ്ങൾക്കും പിള്ളേർക്കും ഒക്കെ തിന്നാൻ നല്ലൊരു സാധനമാണ്. 2-3 ദിവസം ഇരിക്കുകയും ചെയ്യും കൂടുതലുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ തെരളി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റിനും ആരും മറക്കരുത്, അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.